അടുത്ത 15 ദിവസങ്ങളിൽ മകരരാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രപഞ്ച മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഇതൊരു സാധാരണ സമയമല്ല. നിങ്ങളുടെ വിധിയുടെ ചക്രങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 150 വർഷങ്ങൾക്കു ശേഷം വരുന്ന ഒരു അദ്ഭുത ഊർജ്ജം നിങ്ങളുടെ നക്ഷത്രത്തിലേക്ക് കടന്നുവരികയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോ? അതാണ് ഈ സമയത്തിന്റെ ശക്തി. നിങ്ങൾ ഇന്നേവരെ സ്വപ്നം കണ്ടതെല്ലാം യഥാർത്ഥമാകാൻ പോകുന്ന കാലമാണിത്. എന്റെ പ്രിയപ്പെട്ട മകരരാശിക്കാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെറും ജ്യോതിഷ പ്രവചനമല്ല. ഇത് നിങ്ങളുടെ ഭാവിയുടെ കവാടങ്ങൾ തുറക്കുന്ന ഒരു ആത്മീയ സന്ദേശമാണ്. ഇപ്പോൾ ആകാശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഗ്രഹങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഗുരുഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും കിരണങ്ങൾ പകരുകയാണ്. ശനി ഭഗവാൻ അവിടെ നിന്ന് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം നൽകാൻ തയ്യാറെടുക്കുന്നു. രാഹുകേതുക്കൾ നിങ്ങളുടെ വിധിയിൽ നിഗൂഢമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചലിക്കുകയാണ്. ഈ ഗ്രഹസഞ്ചാരം സാധാരണമല്ല. ഇത് പ്രത്യേകമാണ്. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള സമയമാണ്. ആദ്യം നിങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട്. രാത്രികൾ ഉറങ്ങാതെ കഴിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ അവർ കാണുന്നു. നിങ്ങളുടെ പ്രതിഭ അവർ അംഗീകരിക്കുന്നു. വളരെ പെട്ടെന്നുതന്നെ നിങ്ങൾക്ക് ഒരു വലിയ അവസരം വരാൻ പോകുന്നു. ഇത് സ്ഥാനക്കയറ്റമാകാം, പുതിയ പ്രോജക്റ്റിന്റെ ഉത്തരവാദിത്വമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനിയിൽ നിന്നുള്ള വിളിയാകാം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിയന്ത്രിക്കണം. കാരണം ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കപ്പെടുന്നു. ഗ്രഹങ്ങൾ നിങ്ങളുടെ യോഗ്യത പരിശോധിക്കുകയാണ്. നിങ്ങൾ പോസിറ്റീവ് ആയി നിൽക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. എന്തെങ്കിലും തടസ്സം വന്നാൽ പേടിക്കരുത്. അത് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങൾ ധൈര്യത്തോടെ നേരിടുക. വിജയം നിങ്ങളുടേതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം അതിശക്തമാണ്. നിങ്ങളുടെ വ്യാപാരത്തിൽ പുതിയ ഉയർച്ച വരാൻ പോകുന്നു. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ കരാറുകൾ വരും. വലിയ ക്ലയന്റുകൾ കണ്ടെത്താൻ സാധിക്കും. പങ്കാളിത്തത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം ഓർക്കുക. വേഗത്തിൽ തീരുമാനമെടുക്കരുത്. ഓരോ നടപടിയും ആലോചിച്ചു ചെയ്യുക. രേഖകൾ ശ്രദ്ധയോടെ വായിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഗുരുഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ നിങ്ങളും ബുദ്ധിപൂർവം പെരുമാറണം. പണത്തിന്റെ കാര്യം എടുക്കാം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറാൻ പോകുന്നു. ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പണം നിങ്ങളിലേക്ക് വരും. പഴയ കടങ്ങൾ തിരിച്ചുകിട്ടും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. ശമ്പളത്തിൽ വർധന ഉണ്ടാകാം. ബോണസ് ലഭിക്കാം. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കിട്ടും. എന്നാൽ ഈ സമയത്ത് അമിതമായി ചെലവഴിക്കരുത്. ആഡംബര സാധനങ്ങൾക്കായി പണം പാഴാക്കരുത്. ഭാവിയെക്കുറിച്ച് ആലോചിക്കുക. സേവിങ്സ് ചെയ്യുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുക. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ നിങ്ങൾ വിവേകത്തോടെ പെരുമാറണം. ചിലർക്ക് അപ്രതീക്ഷിത സമ്പത്ത് കിട്ടും. ഇത് ലോട്ടറി ആകാം. പ്രോപ്പർട്ടി വിൽപ്പനയായിരിക്കാം. പാരമ്പര്യമായി വരുന്നതാകാം. എവിടെ നിന്നു വന്നാലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ദരിദ്രരെ സഹായിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. ക്ഷേത്രങ്ങളിൽ സംഭാവന നൽകുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും. ദേവന്മാരുടെ അനുഗ്രഹം കൂടുതൽ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയും. ഇനി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. അവിവാഹിതരായ മകരരാശിക്കാർക്ക് ഈ സമയം വളരെ സന്തോഷകരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ പ്രത്യേകം കടന്നുവരാൻ പോകുന്നു. ഇത് പെട്ടെന്നായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കും. ഒരുപക്ഷേ ഒരു വിവാഹ ചടങ്ങിലായിരിക്കാം. സുഹൃത്തുക്കളുടെ കൂടിച്ചേരലായിരിക്കാം. ജോലിസ്ഥലത്തായിരിക്കാം. എവിടെ വേണമെങ്കിലും ആകട്ടെ, പ്രണയം നിങ്ങളെ കണ്ടെത്തും. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകും. എന്നാൽ ബന്ധം തുടങ്ങുന്നതിനു മുൻപ് നല്ലതരം അറിഞ്ഞിരിക്കുക. വികാരങ്ങളിൽ മാത്രം ഒഴുകിപ്പോകരുത്. വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുക. അവരുടെ ചിന്താഗതി തിരിച്ചറിയുക. പ്രണയം പ്രധാനമാണ്. പക്ഷേ ബുദ്ധിയും അത്രതന്നെ പ്രധാനമാണ്. വിവാഹിതരായവർക്ക് ഈ കാലഘട്ടം കുടുംബ സന്തോഷം കൊണ്ടുവരും.
ഇതുവരെ ഉണ്ടായിരുന്ന ചെറിയ തർക്കങ്ങൾ അവസാനിക്കും. പങ്കാളിയുമായുള്ള ബന്ധം ശക്തമാകും. പരസ്പര ധാരണ വർദ്ധിക്കും. പ്രണയം പുതുക്കപ്പെടും. ചിലർക്ക് സന്താന സൗഭാഗ്യം വരാം. വീട്ടിൽ പുതിയ അംഗം വരുന്നതിന്റെ സന്തോഷം അനുഭവപ്പെടും. കുട്ടികളുടെ വിവാഹ ചർച്ചകൾ മുന്നോട്ടു പോകും. എല്ലാം ശുഭകരമായി നടക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ പങ്കാളിക്ക് സമയം നൽകുക. അവരെ മനസ്സിലാക്കുക. അവരുടെ വികാരങ്ങൾ മാനിക്കുക. ചെറിയ കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കരുത്. സഹനശീലത കാണിക്കുക. സ്നേഹം പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ വിവാഹജീവിതം സ്വർഗതുല്യമാകും. കുടുംബത്തിലെ മറ്റു ബന്ധങ്ങളും ശക്തമാകും. മാതാപിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. സഹോദരങ്ങളുമായുള്ള സ്നേഹം വർദ്ധിക്കും. വളരെക്കാലമായി സംസാരിക്കാത്ത ബന്ധുക്കൾ ബന്ധപ്പെടും. പഴയ മനസ്സൊപ്പങ്ങൾ മാഞ്ഞുപോകും. കുടുംബയോഗങ്ങൾ നടക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ സംഭവിക്കും. വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയും. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാം. ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം നല്ലതായിരിക്കും. എന്നാൽ ചെറിയ ജാഗ്രത ആവശ്യമാണ്. പഴയ രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറെ കാണുക. മരുന്നുകൾ സമയത്ത് കഴിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. വ്യായാമം ചെയ്യുക. യോഗ പരിശീലിക്കുക. മാനസിക സമാധാനത്തിന് ധ്യാനം നടത്തുക. പ്രകൃതിയോട് അടുക്കുക. വെയിലത്ത് നടക്കുക. ശുദ്ധവായു ശ്വസിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഈ ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യം മികച്ചതായിരിക്കും. രോഗങ്ങൾ അകന്നുപോകും. ശക്തി വർദ്ധിക്കും. ചൈതന്യം നിറയും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം പഠനത്തിന് അനുകൂലമാണ്. പരീക്ഷകൾ നന്നായി എഴുതാൻ സാധിക്കും. നല്ല മാർക്ക് കിട്ടും. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. സ്കോളർഷിപ്പ് കിട്ടാം. കോളേജിൽ പ്രവേശനം ലഭിക്കും. എന്നാൽ കഠിനാധ്വാനം ചെയ്യണം. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. പ്രതിബന്ധങ്ങൾ വന്നാൽ ഉപേക്ഷിക്കരുത്. പോരാട്ടം തുടരണം. വിജയം ഉറപ്പാണ്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. വിദേശയാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല വാർത്ത ഉണ്ട്. അടുത്ത മാസങ്ങളിൽ വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരും. വിസ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജോലിക്കായുള്ള അപേക്ഷ അംഗീകരിക്കപ്പെടും. പഠനത്തിനുള്ള അനുമതി കിട്ടും. യാത്ര സുഗമമായി നടക്കും. വിദേശത്ത് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ സംസ്കാരം പഠിക്കാം. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താം. ജീവിതത്തിലെ പുതിയ അധ്യായം ആരംഭിക്കും. പക്ഷേ സ്വന്തം നാടിനെ മറക്കരുത്. വേരുകളെ ഓർക്കൂ. സംസ്കാരം കാത്തുസൂക്ഷിക്കുക. മാതാപിതാക്കളുമായി ബന്ധം നിലനിർത്തുക. ഇനി വളരെ പ്രധാനമായ 3 സംഭവങ്ങളെക്കുറിച്ച് പറയാം. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് 100% സത്യമാണ്. പ്രപഞ്ചം ഇങ്ങനെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ കർമ്മഫലം ഇങ്ങനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഗ്രഹദശയിൽ ഇത് വ്യക്തമായി കാണാം. ആദ്യ ഘട്ടത്തിൽ അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത സന്ദേശം ലഭിക്കും. ഇത് ഫോൺ വഴിയായിരിക്കാം. ഇമെയിലായിരിക്കാം. കത്തായിരിക്കാം. എങ്ങനെ വന്നാലും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിമറിക്കും. ഇത് നിങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതായിരിക്കും. നിങ്ങൾ വളരെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന സൂചന ഈ സന്ദേശത്തിൽ ഉണ്ടായിരിക്കും. ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാതെ വരും. അത്ര അത്ഭുതകരമായിരിക്കും. എന്നാൽ ഇത് സത്യമാണ്. ഇത് നടക്കും. പ്രപഞ്ചം അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജോലിയുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട ഒരു വലിയ തീരുമാനം എടുക്കേണ്ടിവരും. ഇത് നിങ്ങളെ കുറച്ച് ആശങ്കയിലാക്കും. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും. 2 വഴികൾ മുന്നിൽ വരും. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വിഷമം അനുഭവപ്പെടും. എന്നാൽ പേടിക്കരുത്. നിങ്ങളുടെ അന്തരാത്മാവിനെ ചോദിക്കുക. ധ്യാനിക്കുക. പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ നയിക്കും. ശരിയായ വഴി കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും. വിജയത്തിലേക്ക് നയിക്കും. സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. ഈ തീരുമാനം എടുക്കുമ്പോൾ ധൈര്യം കാണിക്കുക. വിശ്വാസം നിലനിർത്തുക. പിന്നീട് നിങ്ങൾ സന്തോഷിക്കും. മൂന്നാം ഘട്ടത്തിൽ 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഒരു വൈകാരിക നിമിഷം സംഭവിക്കും. ഇത് വളരെ ആഴമുള്ളതായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരിക്കും. കണ്ണുനീർ വരുന്നതായിരിക്കും. പക്ഷേ സന്തോഷകരമായ കണ്ണുനീർ. ആരോ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ പറയും.
അല്ലെങ്കിൽ നിങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കും. ഈ നിമിഷം നിങ്ങളെ വളരെ സ്പെഷ്യലായി അനുഭവപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെത്ര പ്രിയപ്പെട്ടവരുണ്ട് എന്ന് മനസ്സിലാക്കും. കൃതജ്ഞത നിറയും. ഈ വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുക. വിലമതിക്കുക. നന്ദി പ്രകടിപ്പിക്കുക. ഈ 3 സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അഗാധമായ മാറ്റം വരുത്തും. നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. നിങ്ങളുടെ വീക്ഷണം മാറ്റും. മൂല്യബോധം പകരും. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കും. നിങ്ങൾ കൂടുതൽ പക്വതയുള്ള വ്യക്തിയാകും. കൂടുതൽ സെൻസിറ്റീവായ മനുഷ്യനാകും. കൂടുതൽ വിജയശാലിയായ വ്യക്തിയാകും. ആത്മീയതയെക്കുറിച്ച് സംസാരിക്കാം. ഈ സമയത്ത് നിങ്ങൾ ദൈവവുമായി കൂടുതൽ അടുത്തിരിക്കണം. പ്രാർത്ഥന നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കണം. ക്ഷേത്രദർശനം നടത്തണം. ഗണപതിയെ ആരാധിക്കുക. എല്ലാ തടസ്സങ്ങളും മാറ്റും. ഹനുമാനെ സേവിക്കുക. ശക്തി പകരും. മഹാലക്ഷ്മിയെ പൂജിക്കുക. സമൃദ്ധി നൽകും. ശിവനെ ധ്യാനിക്കുക. സമാധാനം നേടും. വിഷ്ണുവിനെ നമസ്കരിക്കുക. സംരക്ഷണം ലഭിക്കും. സരസ്വതിയെ സ്മരിക്കുക. ജ്ഞാനം വർദ്ധിക്കും. പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യണം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മീദേവിക്ക് നിവേദ്യം അർപ്പിക്കുക. ശനിയാഴ്ചകളിൽ ശനിഭഗവാന് എള്ളുതേങ്ങ അർപ്പിക്കുക. ചൊവ്വാഴ്ചകളിൽ ഹനുമാന് വടില അർപ്പിക്കുക. വ്രതങ്ങൾ അനുഷ്ഠിക്കുക. ദാനം ചെയ്യുക. ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. പട്ടിണിക്കാർക്ക് വസ്ത്രം സമ്മാനിക്കുക. രോഗികൾക്ക് മരുന്ന് സഹായിക്കുക. ഇത്തരം പുണ്യപ്രവർത്തികൾ നിങ്ങളുടെ കർമ്മം ശുദ്ധീകരിക്കും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തും. നിങ്ങളുടെ വിധി മാറ്റും. മന്ത്രങ്ങൾ ജപിക്കുക. ഗായത്രി മന്ത്രം ദിവസേന ചൊല്ലുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ആരോഗ്യത്തിനായി പാരായണം ചെയ്യുക. ഗണപതി മന്ത്രം തടസ്സങ്ങൾ മാറാൻ ചൊല്ലുക. ലക്ഷ്മി മന്ത്രം സമ്പത്തിനായി ഉരുവിടുക. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും. ആത്മീയ വളർച്ച ഉണ്ടാകും. മനഃശാന്തി ലഭിക്കും. പ്രകൃതിയോടൊപ്പം കഴിയുക. സൂര്യോദയം കാണുക. പ്രഭാതത്തിലെ ശുദ്ധവായു ശ്വസിക്കുക. മരങ്ങൾക്കടുത്ത് ധ്യാനിക്കുക. പൂക്കളെ നോക്കുക. പക്ഷികളുടെ പാട്ട് കേൾക്കുക. നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുക. പ്രകൃതി നിങ്ങൾക്ക് ഊർജം തരും. ജീവിതം മനസ്സിലാക്കാൻ സഹായിക്കും. സന്തോഷം പ്രദാനം ചെയ്യും. നിങ്ങൾ സന്തോഷവാനായിരിക്കുക. എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കുക. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്നും പുറത്താക്കുക. നല്ലത് മാത്രം ചിന്തിക്കുക. നല്ലത് മാത്രം പറയുക. നല്ലത് മാത്രം ചെയ്യുക. നിങ്ങളുടെ വാക്കുകളിൽ ശക്തിയുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ സൃഷ്ടിശക്തിയുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളിൽ മാന്ത്രികതയുണ്ട്. അതിനാൽ ജാഗ്രതയോടെയിരിക്കുക. ഭയപ്പെടരുത്. ആത്മവിശ്വാസം നിലനിർത്തുക. നിങ്ങൾക്ക് എന്തും സാധിക്കും. നിങ്ങൾ ശക്തനാണ്. നിങ്ങൾ കഴിവുള്ളവനാണ്. നിങ്ങൾ അർഹതയുള്ളവനാണ്. വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ്. സന്തോഷം നിങ്ങളുടെ സ്വഭാവമാണ്. സമൃദ്ധി നിങ്ങളുടെ വിധിയാണ്. ഇത് വിശ്വസിക്കുക. ആന്തരികമായി അനുഭവിക്കുക. പുറത്തേക്ക് പ്രകടിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട മകരരാശിക്കാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെറും വാക്കുകളല്ല. ഇത് പ്രപഞ്ചത്തിന്റെ സന്ദേശമാണ്. ഗ്രഹങ്ങളുടെ സൂചനയാണ്. ജ്യോതിഷത്തിന്റെ വെളിപ്പെടുത്തലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വിജയത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ പോകുന്നു. നിങ്ങൾ തയ്യാറായിരിക്കണം. സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കണം. നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ. പ്രപഞ്ചം നിങ്ങളെ നയിക്കട്ടെ. നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ. സൂര്യൻ നിങ്ങൾക്ക് ഊർജം നൽകട്ടെ. ചന്ദ്രൻ നിങ്ങൾക്ക് ശാന്തി പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഗ്രഹങ്ങളും നിങ്ങളുടെ അനുകൂലമായിരിക്കട്ടെ. എല്ലാ ദേവന്മാരും നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. നിങ്ങളുടെ മുന്നിൽ ഉള്ള ദിവസങ്ങൾ സ്വർണ്ണദിനങ്ങളായിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്താൽ നിറയട്ടെ. നിങ്ങളുടെ വീട് സന്തോഷത്താൽ മുഴുങ്ങട്ടെ. നിങ്ങളുടെ ഹൃദയം സ്നേഹത്താൽ പൊങ്ങട്ടെ. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു പ്രത്യേക വീഡിയോയുമായി വരും. അതിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കും, കൂടുതൽ വിജയകരമാക്കും. അതുവരെ സന്തോഷത്തോടെയിരിക്കുക, ആരോഗ്യത്തോടെയിരിക്കുക, പോസിറ്റീവായിരിക്കുക. നിങ്ങളെ എന്നും ഓർക്കുന്നു. നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിജയം കാണാൻ കാത്തിരിക്കുന്നു. വളരെ സ്നേഹത്തോടെ, നന്മകൾ നിറഞ്ഞ വാഴ്ത്തുകളോടെ, നിങ്ങളുടെ ജ്യോതിഷി.
നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ വഴികാട്ടി വിടവാങ്ങുന്നു. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.